1 ലക്ഷം കോടി രൂപയുടെ വികസനം കിഫ്ബിയിലൂടെ ധനലഭ്യത ഉറപ്പാക്കി കേരള സർക്കാർ. കിഫ്ബി ഡബിൾ ഡെക്കർ ബസിൻ്റെ ഫ്ലാഗ് ഓഫ് ചെയ്യുകയാണ്. മന്ത്രി പി എ മുഹമ്മദ് റിയാസാണ് ഈ ഫ്ലാഗ് ഓഫ് നടത്തുന്നത്. അതിൻ്റെ ദൃശ്യമാണ്. ആ വണ്ടിക്കുള്ളിൽ അവരിരുന്ന് കോഴിക്കോട് നഗരം ചുറ്റാൻ പോകുകയാണെന്ന് തോന്നുന്നു. എന്തായാലും മനോഹരമായ ആ കാഴ്ചയിലേക്കാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. കോഴിക്കോട് നിന്നുള്ള ദൃശ്യമാണ്. മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഫ്ലാഗ് ഓഫ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അല്പസമയത്തിനകം കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേഷ് നമുക്കൊപ്പം ചേരും. ഒരുപക്ഷെ തിരുവനന്തപുരത്ത് ഈ ഡബിൾ ഡെക്കർ ബസ്സുണ്ട്. അതിന് ഒരുപാട് ആസ്വാദകരുമുണ്ട്. കാര്യം ടൂറിസ്റ്റുകളൊക്കെ തന്നെ ഈ വണ്ടിയിൽ കയറി തിരുവനന്തപുരം നഗരം ചുറ്റുന്നതൊക്കെ ഏതാണ്ട് പതിവായിട്ടുണ്ട്. കോഴിക്കോട് നഗരത്തിലും ഇത്തരമൊരു ഡബിൾ ഡെക്കർ ബസ് വന്നിരിക്കുന്നു. ആ സന്തോഷകരമായ കാഴ്ചയുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അല്പസമയത്തിനകം നിഖിൽ പ്രമേഷ് ചേരും. യഥാർത്ഥത്തിൽ ഒരുപാട് സഞ്ചാരികൾ വിദേശത്തും സ്വദേശത്തും ഒക്കെ എത്തുന്ന സഞ്ചാരികൾക്ക് ഒരുപക്ഷെ വളരെ ആശ്വാസമായിരിക്കും. തിരുവനന്തപുരത്തൊക്കെ ഇത് മഴ പെയ്യുന്ന സമയത്ത് പോലും ഈ ബസിൻ്റെ മുകൾ തട്ടിൽ നിന്ന് യാത്ര ചെയ്യാൻ ഒരുപാട് ആളുകളെ കിട്ടുന്നു. തലസ്ഥാന നഗരം ചുറ്റിക്കാണുന്ന കാഴ്ച ഇത്തരമൊരു ബസ് കോഴിക്കോട്ടെ കൊണ്ടുവരാനും മുഹമ്മദ് റിയാസിനെ പോലെ ആളുകൾ ശ്രമിച്ചതിൻ്റെ ഫലമാണ്. എന്തായാലും ഈ ഡബിൾ ഡെക്കർ ബസ് കോഴിക്കോട് ഫ്ലാഗ് ഓഫ് ചെയ്തു മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.